സ്വാമി സൂര്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൂടെ ദിവസേന 6 മുതൽ 6:20 വരെ നാമജപത്തിലൂടെ ധ്യാനം ചെയ്യുന്നുണ്ട്. നാമജപങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലളിത അഷ്ടോത്തര ശതനാമാവലിയിലെ ഒരു നാമം, ശിവപഞ്ചാക്ഷരി ശക്തി പഞ്ചാക്ഷരി നാമം, മഹാഗണപതിയുടെ 16 നാമങ്ങൾ, പിന്നെ നവഗ്രഹങ്ങളുടെ നാമങ്ങൾ. ഓരോ ദിവസം ഇതേമാതിരി 4 ദിവസം 4 വ്യത്യസ്ത രീതിയിലുള്ള നാമജപങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ധ്യാന സമ്പ്രദായമാണ് ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിലൂടെ ദിവസം നടത്തിക്കൊണ്ടു പോകുന്നത്. കുറേയധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഈ പ്രോഗ്രാം കാണുന്നവർ ഒരു 20 നിമിഷം നേരം എങ്കിലും ധ്യാനത്തിൽ പങ്കെടുക്കുക. 5:45 മുതൽ 6 മണി വരെ ഫ്ലൂട്ട് മ്യൂസിക് ധ്യാനവും ഉണ്ട്, അതിലും പങ്കെടുക്കാം. ധ്യാനത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണം. നമ്മളുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം, ഇത് മനസ്സിലാക്കാത്തവർ വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. അതാണ് ഉപനിഷത്തുകളിൽ പറയുന്നത്. ദാറ്റ് ഫീലിംഗ് എവരി വൺ ഷുഡ് ഹാവ്. ദാറ്റ് ഫീലിംഗ് മീൻസ് ഇറ്റ് ഷുഡ് കം ഇൻ ടു അവർ മൈൻഡ് ത്രൂ ദ മെഡിറ്റേഷൻ. ദി കണക്ഷൻ ബിറ്റ്വീൻ അവർ ജീവാത്മ ആൻഡ് ദി കോസ്മിക് എനർജി, പരമാത്മ. അത് മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ധ്യാന സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലളിത അഷ്ടോത്തര ശതനാമാവലിയിലെ 7, 8, 9 നാമങ്ങൾ പറയാം. 6 നാമങ്ങൾ പറഞ്ഞ് ധ്യാനം ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ വീഡിയോവും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ അതും കാണുക. ഇപ്പോൾ 7, 8, 9 നാമം പറയാം. സദാ പഞ്ചദശാത്മൈക്യ സ്വരൂപായൈ നമോ നമഃ. സദാ പഞ്ചദശാത്മൈക്യ സ്വരൂപായൈ നമോ നമഃ. വജ്രമാണിക്യ കടക കിരീടായൈ നമോ നമഃ. വജ്രമാണിക്യ കടക കിരീടായൈ നമോ നമഃ. കസ്തൂരി തിലകോദ്ഭാസി നിടിലായൈ നമോ നമഃ. കസ്തൂരി തിലകോദ്ഭാസി നിടിലായൈ നമോ നമഃ. ഈ 3 നാമങ്ങളും പഴയ 6 നാമങ്ങളും എല്ലാവരും ഹൃദിസ്ഥമാക്കുക. വളരെ എളുപ്പത്തിൽ ഹൃദിസ്ഥമാക്കാവുന്നതാണ്. ഈ 3 നാമങ്ങളുടെ അർത്ഥം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ പറയാം. ഈ യൂട്യൂബിലൂടെ പറയുവാൻ നിർവാഹമില്ല. ധ്യാനത്തിന് വരുമ്പോൾ 3ൻ്റെയും അർത്ഥം പറഞ്ഞ് ഈ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നമുക്ക് ധ്യാനം ചെയ്യാം. അപ്പോൾ ഇതിനെ ഹൃദിസ്ഥമാക്കുക. കം പ്രിപ്പയർഡ് ഫോർ ദ ധ്യാന വിത്ത് ആൾ ദീസ് നാമാസ്, 3 നാമാസ്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഹൃദിസ്ഥമാക്കുക. ലളിതാ സഹസ്രനാമം, ലളിത അഷ്ടോത്തര ശതനാമാവലി, ലളിത ത്രിശതി, ഗഡ്ഗമാല സ്തോത്രം. ഈ 4 വ്യത്യസ്തമായ ദേവീനാമങ്ങൾ വളരെ പ്രയോജനമുള്ളതാണ്. എല്ലാം ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ധ്യാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം യൂട്യൂബിലും കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും ഇതെല്ലാം കാണുക, മനസ്സിലാക്കുക, ധ്യാനത്തിൽ പങ്കെടുക്കുക. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഐക്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ദേവി ജന്മം നൽകിയിട്ടുള്ളത്, പരാശക്തി ദേവി. ഓക്കെ, താങ്ക് യു ആൾ.